സത്യവിശ്വാസികളെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ഖബറിന്റെ അടുക്കൽ പോയിരുന്ന് ധാരാളമായി കരയുകയുണ്ടായി. ആ കരച്ചിൽ കണ്ണുനീർ ഭൂമിയിൽ വീണ് മണ്ണ് വരെ നനയുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. എന്നിട്ട് തന്റെ ചുറ്റുമുള്ള അനുചരന്മാരോട്, സഹാബിമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, ഇതുപോലെ ഒന്നിനു വേണ്ടി നിങ്ങൾ ഒരുക്കിക്കൊള്ളുക, നിങ്ങൾ വിഭവങ്ങൾ ഒരുക്കിക്കൊള്ളുക, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, മനുഷ്യന്റെ കാര്യത്തിൽ ഏറ്റവും അത്ഭുതമായിട്ടുള്ള കാര്യമാണ്, അവൻ ഏറ്റവും ദൃഢമായതും ഒരു സംശയമില്ലാത്ത കാര്യമായിട്ട് കൂടി മരണത്തെക്കുറിച്ച് അവനൊരു ദൃഢയില്ലാത്ത കാര്യമായി അവൻ മാറ്റുന്നു എന്നുള്ളത്. അധിക ആളുകളും അവന്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, തന്റെ മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല, അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. വളരെ വലിയ അശ്രദ്ധയിലാണ് അധിക ആളുകളും ജീവിക്കുന്നത്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, നമുക്ക് ഹക്കായിട്ടുള്ള, ഉറപ്പായിട്ടുള്ള, യഖീനായിട്ടുള്ള കാര്യമാണ് നമ്മുടെ മരണം എന്നുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. എല്ലാ ഹക്കും കൊണ്ട്, എല്ലാ സത്യവും കൊണ്ട്, നീ നിഷേധിക്കുന്ന, നീ ഉൾക്കൊള്ളാത്ത എല്ലാവിധ സത്യം കൊണ്ട് മരണം വന്നെത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, മരണം സത്യമാണ്. അതുപോലെ തന്നെ നാം ഇന്ന് കേട്ട് പഠിക്കുന്ന ഓരോ കാര്യങ്ങളും, പരലോകത്തെ ഓരോ കാര്യങ്ങളും അത് ഹക്കാണ്. മരണത്തോടുകൂടി അത് ബോധ്യപ്പെടുന്നതാണ്. എത്ര തവണ നമ്മൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും, അതിനെ ഓർക്കാതെ നടന്നാലും അത് നമ്മെ കണ്ടെത്തുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളെ മരണം പിടികൂടും. കെട്ടിയുയർത്തപ്പെട്ട കോട്ടകത്താണെങ്കിലും നിങ്ങളെ അത് പിടികൂടും. സഹോദരങ്ങളെ, നിങ്ങളുടെ സമ്പത്തോ, നിങ്ങളുടെ സന്താനങ്ങളോ, നിങ്ങളുടെ സൗകര്യങ്ങളോ, നിങ്ങളുടെ അധികാരമോ മരണത്തെ തടഞ്ഞു നിർത്തുകയില്ല. എവിടെയായിരുന്നാലും ആ മരണത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. മലക്കുൽ മൗത്ത്, മരണത്തിന്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും. എന്നിട്ടതാ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ മടക്കപ്പെടുന്നതാണ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക, നമ്മുടെ മരണം എന്താണെന്ന് നമുക്കറിയില്ല. ആ മരണത്തിന് ശേഷം അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുമ്പോൾ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് ആലോചിക്കുക, നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച് പരിശോധിക്കുക. അള്ളാഹു തആല പറഞ്ഞു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഓടി രക്ഷപ്പെടുന്ന മരണമുണ്ടല്ലോ, ആ മരണം നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. ആ മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ثم تردون إلى عالم الغيب والشهادة ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. പിന്നീടതാ എല്ലാ രഹസ്യവും എല്ലാ പരസ്യവും അറിയുന്ന അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. ആ അള്ളാഹു നിങ്ങൾ ചെയ്ത കർമ്മങ്ങളെ അറിയിക്കും. രഹസ്യത്തിലാണെങ്കിലും പരസ്യത്തിലാണെങ്കിലും നിങ്ങൾ ചെയ്ത നന്മകൾ അത് നിങ്ങൾ കണ്ടുമുട്ടും, നിങ്ങൾ ചെയ്ത തിന്മകൾ അത് നിങ്ങൾ കാണുന്നതാണ്. സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ച് ധാരാളം ചിന്തിക്കുക, മരണത്തെക്കുറിച്ച് ഓർക്കുക. എന്താണ് നമ്മെ തടസ്സപ്പെടുത്തുന്നത്? മരണത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ സ്മരണയിൽ മുഴുകാൻ നമ്മെ തടസ്സപ്പെടുത്തുന്ന കാര്യം എന്താണ്? നമ്മുടെ സമ്പത്താണോ, നമ്മുടെ കച്ചവടമാണോ, നമ്മുടെ സന്താനങ്ങളാണോ, നമ്മുടെ കുടുംബങ്ങളാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ. നിങ്ങളുടെ സമ്പത്തും കച്ചവടങ്ങളും നിങ്ങളുടെ കുടുംബവും സന്താനങ്ങളും അള്ളാഹുവിന്റെ ദിക്റിൽ നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക് ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ആരാണോ അങ്ങനെ ചെയ്യുന്നത്, ആരാണോ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഇതെല്ലാം അവരെ തെറ്റിക്കുന്നത്, അവർ നഷ്ടക്കാരാണ്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള റിസ്ക് അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങളിൽ ഒരാളിലേക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു പോകും, ഒരല്പസമയം എനിക്ക് നീട്ടിത്തരണമേ, ഒരല്പസമയം എനിക്ക് നീട്ടിത്തരണമേ എന്ന്. ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നഫ്സിനും ഒരല്പം സമയം പോലും നിർണയിച്ച സമയത്തിൽ നിന്ന് നീട്ടിക്കൊടുക്കുകയില്ല. സഹോദരങ്ങളെ, നമുക്കറിയില്ല നമ്മുടെ സമയം എന്താണെന്ന് നമുക്കറിയില്ല. നാം ഇന്നാണോ നാളെയാണോ എന്നാണ് മരിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. നമ്മുടെ മരണത്തെക്കുറിച്ച് നാം ആലോചിക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഫഅയ്യുൽ മുഅ്മിനീന അക്യസ്. ഏത് മുഅ്മിനാണ്, മുഅ്മിനീങ്ങളിൽ ആരാണ് ബുദ്ധിമാനായിട്ടുള്ളത്, ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ളത്?
ബുദ്ധിമാനായിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്തറുഹും ലിൽ മൗതി ദിക്റാ, ആരാണോ അവരിൽ ഏറ്റവും അധികം മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് അവനാണ് അവരുടെ കൂട്ടത്തിൽ ബുദ്ധിമാൻ. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ, മരണത്തിന് ശേഷമുള്ളതിന് ഏറ്റവും നല്ല ഒരുക്കങ്ങൾ ഒരുക്കുന്നവനാരാണോ അവനാണ് ബുദ്ധിമാൻ. ഉലൈകൽ അഖിയാസ്, അവരാണ് ബുദ്ധിയുള്ളവർ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിമാന്മാരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, മരണത്തിന് ശേഷം നമ്മുടെ ദുനിയാവിന്റെ വിഷയങ്ങൾ നാം ചിന്തിക്കുകയില്ല, അത് നമുക്ക് ആവശ്യം വരികയില്ല. മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച, അള്ളാഹുവിന് വേണ്ടി ചെയ്ത കർമ്മങ്ങൾ, അത് മാത്രമേ നമ്മോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സിഫീൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കൂഫയിലെ അവാന്തര പ്രദേശത്തുള്ള ഒരു മഖ്ബറയിൽ അടുക്കിലെത്തി. അവിടെ എത്തിയപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരിൽ മുഹിഷ വൽ മഹാലിൽ മുഖ്ഫിറ, വിജനമായ പ്രദേശത്തിന്റെയും ഏകാന്തമായ ഭവനത്തിന്റെയും ആളുകളെ, നിങ്ങൾക്ക് സലാം. അൻതും ലനാ സലഫുൻ വനഹ്നു തബഉൻ വബികും അമ്മാ ഖലീലുൻ ലാഹിഖൂൻ, നിങ്ങൾ ഞങ്ങളെ മുൻകടന്നവരാണ്, ഞങ്ങൾ നിങ്ങളെ പിൻപറ്റുന്നവരാണ്, വൈകാതെ നിങ്ങളിലേക്ക് ഞങ്ങൾ ചേരുന്നതാണ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലഹും വതജാവസ് അന്നാ വഅൻഹും, അല്ലാഹുവേ ഞങ്ങൾക്കും അവർക്കും നീ പൊറുത്തരുകയും വിട്ടുവീഴ്ച ചെയ്തു തരികയും വേണമേ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, തൂബാ ലിമൻ ദക്കറൽ മആദ് വഅമില ലിൽ ഹിസാബ് വഖനഅ ബിൽ കഫാഫ് വറളിയ അനില്ലാഹി തആല, മംഗളം ആർക്കാണ്? പരലോകത്തെ ഓർക്കുന്നവന്, അതുപോലെ ഹിസാബിന് വിചാരണയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവന്, ഉള്ളത് കൊണ്ട് മതിയാക്കുന്നവന്, അള്ളാഹുവിനെ തൊട്ട് തൃപ്തിപ്പെടുന്നവന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ അഹ്ലൽ ഖുബൂർ, ഏ ഖബറാളികളെ, അമ്മൽ അസ്വാജ് ഫഖദ് നുകിഹത്, നിങ്ങളുടെ ഇണകൾ അവരിതാ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട്, അവർക്ക് വേറെ ഇണകളായിട്ടുണ്ട്. വഅമ്മദ് ദിയാറു ഫഖദ് സുകിനത്, നിങ്ങൾ സ്വപ്നമായി കണ്ട നിങ്ങളുടെ ഭവനങ്ങൾ അതിൽ മറ്റുള്ളവർ താമസമാക്കിയിട്ടുണ്ട്. വഅമ്മൽ അംവാലു ഫഖദ് ഖുസിമത്, നിങ്ങളുടെ സമ്പത്ത് അത് ആളുകൾ വീതം വെച്ചെടുത്തിട്ടുണ്ട്. ഫഹാദാ ഖബറു മാ ഇൻദനാ ഫമാ ഖബറു മാ ഇൻദകും, ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ള വാർത്ത. ദുനിയാവിലുള്ളവർക്ക് മരണപ്പെട്ടവരോട് അറിയിക്കാനുള്ള വാർത്ത ഇതാണ്. എന്താണ് നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാനുള്ളത്? എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ അനുചരന്മാരിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അമാ ഇന്നഹും ലൗ തകല്ലമൂ ലഖാലു, അവരെങ്ങാനും സംസാരിക്കുമായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു, വജദ്നാ ഖൈറസ്സാദി തഖ്വ, ഞങ്ങൾ കണ്ടെത്തി, ഞങ്ങൾക്ക് മനസ്സിലായി, ഏറ്റവും നല്ല വിഭവം, പരലോകത്തേക്കുള്ള ഏറ്റവും നല്ല പാതേയം അത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണെന്ന് ഞങ്ങൾ കണ്ടെത്തിയെന്ന് അവർ പറയുമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടിട്ടില്ലേ ഇമാം ശാഫിഈ റഹിമഹുള്ളയുടെ പ്രശസ്തമായ വരികൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, നിങ്ങൾ തഖ്വ കൊണ്ട് വിഭവമൊരുക്കുക, പതേയമൊരുക്കുക, നിനക്കറിയില്ല രാത്രിയായാൽ പിന്നെ പുലർച്ചെ വരെ നീ ജീവിക്കുമോ എന്ന് നിനക്കറിയില്ല. ഫകം മിൻ ഫതൻ അംസാ വഅസ്ബഹ ളാഹിക, എത്ര യുവാക്കളാണ് രാവിലെയും വൈകുന്നേരവും ചിരിക്കുന്നവരായി ഉണ്ടായിരുന്നത്. വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി, അവരുടെ കഫൻ തുണി അവിടെ ഒരുങ്ങിയിട്ടുണ്ട്, അവർക്കതറിയില്ല. വകം മിൻ അറൂസിൻ സയ്യനൂഹാ ലിസൗജിഹാ, എത്ര മണവാട്ടിമാരാണ് അവരുടെ മണവാളന് വേണ്ടി അണിയിക്കപ്പെട്ടത്. വഖദ് ഖുബിലത് അർവാഹുഹും ലൈലത്തുൽ ഖദ്രി, നിർണയിക്കപ്പെട്ട ആ രാത്രിയിൽ അവരുടെ റൂഹുകൾ എടുക്കപ്പെട്ടിട്ടുണ്ട്. വകം മിൻ സിഗാരിൻ യുർതജാ തൂലു ഉംരിഹിം, എത്ര കുട്ടികളാണ് അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു അവരുടെ സുദീർഘമായ ആയുസ്സിൽ. വഖദ് ഉദ്ഖിലത് അജ്സാദുഹും ദുൽമത്തൽ ഖബ്രി, അവരുടെ ശരീരം ഖബറിന്റെ ഇരുട്ടിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, എത്ര ആരോഗ്യമുള്ളവരാണ് ഒരു രോഗവും ഇല്ലാതെ മരണപ്പെട്ടിട്ടുള്ളത്. വകം മിൻ സഖീമിൻ ആശഹീനം മിനദ് ദഹ്രി, എത്ര രോഗികളാണ് ഒരുപാട് കാലം ജീവിച്ചിട്ടുള്ളത്. വകം മിൻ സാകിനിൻ ഇൻദ സബാഹി ബിഖസ്രിഹി, പ്രഭാതത്തിൽ തന്റെ മണിമാളികൾ ഉണ്ടായിരുന്ന എത്ര ആളുകളാണ്. വഇൻദൽ മസാഇ ഖദ് കാന മിൻ സാകിനിൽ ഖബ്രി, വൈകുന്നേരം അവരുടെ താമസ സ്ഥലം ഖബറായി മാറിയത്. ഫദാവിം അല തഖ്വൽ ഇലാഹി ഫഇന്നഹാ അമാനും മിനൽ അഹ്വാലി ഫീ മൗഖിഫിൽ ഹശ്രി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നീ ഏത് സമയത്തും സൂക്ഷിക്കുക, അതാണ് പരലോകത്ത് നിനക്ക് കൂട്ടായി ഉണ്ടാവുകയുള്ളൂ, നിനക്ക് നിർഭയത്വം നൽകുകയുള്ളൂ. സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ധാരാളമായ ചിന്ത നമുക്കുണ്ടായിരിക്കണം. നമുക്ക് വളരെ ദൂരം യാത്ര ചെയ്യാനുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് പഠിക്കാൻ വേണ്ടി അൻസാരികൾ തോട്ടത്തിൽ ജോലിയിലായിരുന്നപ്പോഴും മുഹാജിറങ്ങൾ കച്ചവടത്തിരക്കിലായിരുന്നപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അകന്നു നിൽക്കാതെ ഹദീസുകൾ പഠിക്കാൻ വേണ്ടി പട്ടിണി കിടന്ന സഹാബിയുടെ മരണസമയത്ത് ആ സഹാബി കരയുകയുണ്ടായി. ഒപ്പമുണ്ടായിരുന്നവർ ചോദിച്ചു, എന്താണ് നിങ്ങളെ കരയിപ്പിക്കുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അമാ ഇന്നി ലാ അബ്കി അലാ ദുനിയാകും ഹാദിഹി, ഞാൻ കരയുന്നത് നിങ്ങളുടെ ഈ ദുനിയാവിനെ കുറിച്ച് ഓർത്തല്ല,
ഇവിടെ വിട്ടേച്ചു പോകുന്ന ദുനിയാവിനെ കുറിച്ച് ഓർത്തല്ല. വലാകിന്നി അബ്കി ലിബുഅദി സഫരി വഖില്ലതി സാദി, ഞാൻ കരയുന്നത് എനിക്കുള്ള ഈ വിദൂരമായ യാത്രയെ കുറിച്ച് ഓർത്തും എനിക്കുള്ള പാതേയം, എന്റെ കയ്യിലുള്ള വിഭവം അത് കുറവാണല്ലോ എന്ന് ഓർത്തുമാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, നമുക്കെന്താണുള്ളത്? ഖബറിലും ഉയർത്തെഴുന്നേൽപ്പിലും മഹ്ശറിലും ഹൗലിലും മീസാനിലും സിറാത്തിലും തുടങ്ങി എത്ര ദൂരമായ യാത്രയാണ് നമുക്കുള്ളത്. എന്താണ് നമ്മുടെ കയ്യിലുള്ള വിഭവം? നാം പരിശോധിക്കണം. സഹോദരങ്ങളെ, രഹസ്യത്തിലും പരസ്യത്തിലും സൽക്കർമ്മങ്ങൾ ചെയ്യുക. ചെറുതാണെങ്കിലും സൽക്കർമ്മങ്ങളിൽ മുന്നേറുക. സൽക്കർമ്മങ്ങളുടെ വില അത് വലുതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത കാലത്തായി മറമാടിയ ഒരു ഖബറിനടുക്കലൂടെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റക്അതാനി ഖഫീഫതാനി മിമ്മാ തഹ്ഖിറൂന വതൻഫിലൂന യസീദുഹുമാ ഹാദാ ഫീ അമലി. 2 റക്അത്ത് നിസ്കാരം, വളരെ നിസ്സാരമായി നിങ്ങൾ കാണുന്ന 2 റക്അത്ത് നിസ്കാരം, അത് ഇവന്റെ കർമ്മത്തിൽ വർദ്ധിച്ചിരുന്നെങ്കിൽ അഹബ്ബു ഇലൈഹി മിൻ ബഖിയത്തി ദുനിയാകും, നിങ്ങളുടെ ദുനിയാവിനേക്കാളെല്ലാം, നിങ്ങളുടെ ബാക്കിയുള്ള ദുനിയാവിനേക്കാളെല്ലാം അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് ആ 2 റക്അത്ത് നിസ്കാരമാണ്. സഹോദരങ്ങളെ, നാം പരിശോധിക്കണം നമ്മുടെ കർമ്മങ്ങൾ എന്താണുള്ളത്. നിസ്കരിക്കാതെ പോയ രാത്രികൾ, നോമ്പെടുക്കാതെ പോയ പകലുകൾ, നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടും നിസ്കരിക്കാതെ പോയ സുന്നത്തായ കർമ്മങ്ങൾ, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞുപോയി, അത് നമുക്ക് തിരിച്ചു കിട്ടില്ല. നമ്മുടെ മരണം നമുക്ക് നിർണയിച്ചിട്ടുള്ള സമയം അതെപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതിനു മുമ്പ് സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങളിൽ മുന്നേറുക. അല്ലെങ്കിൽ മരണസമയത്ത് അള്ളാഹുവിനോടുള്ള കടമകളിൽ വീഴ്ച വരുത്തിയിട്ടുള്ള ഓരോരുത്തരും മരണസമയത്ത് അള്ളാഹുവിനോട് ചോദിക്കും ദുനിയാവിലേക്ക് ഒരു മടക്കം. അള്ളാഹു തആല പറഞ്ഞു, ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ, മരണത്തിന്റെ സമയത്ത് അവർ പറയും, റബ്ബേ ഞങ്ങളൊന്ന് മടക്കണം, ദുനിയാവിലേക്കൊന്ന് മടക്കണം. എന്തിനു വേണ്ടിയാണെന്നോ, ലഅല്ലി യഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ചെയ്യാതെ പോയ സൽക്കർമ്മങ്ങളുണ്ട് അത് ചെയ്യാൻ, ഞാൻ വിട്ടേച്ചു പോയ സൽക്കർമ്മങ്ങളുണ്ട് അത് ചെയ്യാൻ വേണ്ടി. അല്ലാഹു തആല പറയും, കല്ലാ, ഇല്ല, ഒരിക്കലും ആ മടക്കൽ ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുക, പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക, ഒരു മാറ്റത്തിന് തയ്യാറാവുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.